ഓരോ ക്ലയൻറ്റിൻ്റെ അടുത്തും ലോഗോ ബ്രീഫ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഈ ലോഗോയെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഒരു ഭംഗി നമ്മളെന്താണ് മനസ്സിൽ കണ്ടതെന്നുള്ളത് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കാൻ കിട്ടുന്നൊരു അവസരം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രീമിയം ബൈക്കുകളൊക്കെ സർവീസ് ചെയ്യുന്നൊരു വർക്ക്ഷോപ്പ് കമ്പനിയുടെ ലോഗമാണ് നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്. പുള്ളിക്കാരൻ്റെ ടാർഗറ്റ് അടിപൊളി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ പുള്ളി സാധാ ബൈക്ക് മാത്രമല്ല സർവീസ് ഉദ്ദേശിക്കുന്നത്, ഒരു ബൈക്ക് സർവീസിലുപരി അയാളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഐഡിയ അടിപൊളിയാണ്. കാരണം വെച്ചാൽ സർവീസിന് വരുന്ന ആൾക്കാരെ പിന്നെയും പിന്നെയും അവിടെ തന്നെ സർവീസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പ്ലാൻസും പാക്കേജസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളിയൊരു ബിസിനസ് ഐഡിയ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോഗോ ചെയ്യാൻ എനിക്ക് ഭയങ്കരത്തോളം താല്പര്യമായിരുന്നു. ഈ ഈ ക്ലയൻറ്റിനോട് നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഇത് വർക്കൗട്ടായി. കളറെല്ലാം ഓക്കെ, കളർ ക്ലയൻറ്റ് തന്നെ പറഞ്ഞ കളറാണ്, അതുകൊണ്ട് അതിനകത്ത് തന്നെ വേറെ ഒബ്ജക്ഷൻസ് ഒന്നും വന്നില്ല. അപ്പം ഹാപ്പി, ക്ലയൻറ്റും ഹാപ്പി, ഞാനും ഹാപ്പി. ഈ ലോഗോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് കെ എന്നുള്ളത് വേണമായിരുന്നു. എസ് കെ മോട്ടോറിനകത്ത് എസ് കെ എന്നുള്ളത് വേണമായിരുന്നു. അതായത് ഒരുപാട് കൺസെപ്റ്റുകൾ വരച്ച് നോക്കി നമുക്ക് കിട്ടിയൊരു സംഭവമാണ് ഇപ്പം നിങ്ങൾ കണ്ട ലോഗോ. അവർ എസ് കെ എന്ന് പറയുന്നത് ബൈക്ക് ആയതുകൊണ്ട് ആ എസ് അവിടെ നിന്ന് ഒരു ബ്രേക്ക് പാഡ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നു. പിന്നീട് നമ്മളൊരു റൗണ്ട് ഫിഗർ സെറ്റ് ചെയ്ത് എസ്സും കെയും നമ്മൾ അതിനകത്താക്കി. ബ്രേക്കിൻ്റെ പ്ലേറ്റ് ഇല്ലേ അത്. സോ ദിസ് ഈസ് ദ ലോഗോ ഔട്ട്പുട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു.